തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. രാവിലെ 8 മണി മുതൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. 2 ഘട്ടങ്ങളായി നടന്ന വോട്ടെടുപ്പിൽ 73.69% പോളിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. 11 ജില്ലകളിലും അധികാരം പിടിക്കുമെന്നാണ് LDF വിലയിരുത്തൽ. എന്നാൽ 4 കോർപ്പറേഷനുകൾ ഉൾപ്പെടെ അട്ടിമറി വിജയമാണ് UDF പങ്കുവെക്കുന്നത്. TV പ്രസാദും VS രഞ്ജിത്തും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം TV പ്രസാദിലേക്ക് പോവുകയാണ്. TV പ്രസാദ്, നാളെ ഫലം വരാനുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ എങ്ങനെയാണ് മുന്നണികളുടെ ഒരു കണക്കുകൂട്ടൽ? സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വീറും വാശിയും ഏറെയായിരുന്നു എന്നുള്ളതാണ്. അത്രയേറെ വിഷയങ്ങളായിരുന്നു അവർക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷവും അവർ മുന്നോട്ട് വയ്ക്കുക പ്രാദേശിക വിഷയമാണെങ്കിൽ ഇപ്രാവശ്യം അത് രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ ഈ പറയുന്ന സർക്കാരിനെതിരായ പല നീക്കങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ളയും എല്ലാം വോട്ടർമാരുടെ മുന്നിലെത്തിക്കാനാണ് വലിയ ശ്രമമുണ്ടായത്. പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊപ്പം സംസ്ഥാനത്തെ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായ ഒരു വിധിയെഴുത്ത് ഉണ്ടാകും എന്ന പ്രതീക്ഷ UDF പങ്കുവയ്ക്കുന്നു. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം LDFന് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ തന്നെ വളരെ കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമാണ് UDF സംസ്ഥാനത്ത് ഭരിക്കുകയും ചെയ്യുന്നത്. അതിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDF പങ്കുവയ്ക്കുന്നു. LDFനാണെങ്കിൽ വലിയ മുന്നേറ്റം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. BJPയുടെ പ്രതീക്ഷ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ നേട്ടം അതെല്ലാ വാർഡുകളിലും ആവർത്തിക്കാനുള്ള സാധ്യതയാണ് BJP കാണുന്നത്. എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി കഴിഞ്ഞു. 8:20 ആദ്യ ഫലസൂചന വരും എന്നാണ് പറയുന്നത്. ആദ്യം ഗ്രാമപഞ്ചായത്തുകളിലെ ഫലമായിരിക്കും പുറത്തു വരിക. കാരണം വളരെ കുറച്ച് വാർഡുകളുള്ള പഞ്ചായത്തുകളിലെ ഫലം പെട്ടെന്ന് തന്നെ എണ്ണിത്തീരും. പിന്നീട് വരുന്നത് നഗരസഭകളായിരിക്കും. പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ എന്ന രീതിയിൽ തന്നെയായിരിക്കും ഓരോ സ്ഥലത്തുനിന്നും ഫലങ്ങൾ വന്നു തുടങ്ങുക. അതാത് വാർഡുകളിലെ ബൂത്തുകൾ ഒരു ടേബിളിൽ എന്ന നിലയിലായിരിക്കും എണ്ണുന്നത്. എന്തായാലും രാവിലെ 8:20 ആദ്യ ഫലസൂചന വന്നു തുടങ്ങും. ഉച്ചയോടുകൂടി തന്നെ ഏതാണ്ട് എല്ലാം പൂർത്തിയാകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന CPMനും കോൺഗ്രസിനും BJPക്കും അതീവ നിർണായകമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആര്യ. ഓക്കെ, VS രഞ്ജിത്ത് കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. VS രഞ്ജിത്ത്, തദ്ദേശത്തിൽ ആര് വാഴും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ അടക്കം നമ്മുടെ ആത്മവിശ്വാസവും പ്രതികരണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. എത്രത്തോളം പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ? ആര്യ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ TV പ്രസാദ് സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണഗതിയിൽ പ്രാദേശികമായ വിഷയങ്ങളും അതുപോലെ വ്യക്തിപരമായ വോട്ടുകളുമാണെങ്കിൽ ഇത്തവണ കുറച്ചധികം രാഷ്ട്രീയ വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഒക്കെ ചർച്ചയാക്കിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഈ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ നാളെ അറിയാൻ സാധിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഗ്ലാമർ റിസൾട്ട് എന്ന് പറയുന്നത് കോർപ്പറേഷനുകളുടെ റിസൾട്ടാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ. ഇതിൽ കണ്ണൂർ മാത്രമാണ് നിലവിൽ UDFന്റെ കയ്യിലുള്ള കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ കോർപ്പറേഷനിൽ എത്ര എണ്ണം UDF നേടും എന്നുള്ളതാണ്. കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുമോ, അതോടൊപ്പം UDFന്റെ ഒക്കെ എന്താ പറയുക വലിയ പ്രഭാവം ഉണ്ടായിരുന്ന എറണാകുളം, കൊച്ചി കോർപ്പറേഷനൊക്കെ തിരിച്ചു പിടിക്കുമോ, തൃശ്ശൂർ കോർപ്പറേഷനിൽ BJP വലിയ നേട്ടമുണ്ടാക്കുമോ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുമോ, അതോ LDF നിലനിർത്തുമോ, അവിടെ ശബരിനാഥിന്റെ സ്വാധീനം എത്രത്തോളം UDFന് ഗുണം ചെയ്യും? ഇങ്ങനെ ഒട്ടനവധി ആകാംക്ഷകൾ കോർപ്പറേഷനിൽ മാത്രം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് അവിടെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാനിടയില്ലെങ്കിലും UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 20-25 വാർഡെങ്കിലും UDF പിടിച്ചാൽ അതെങ്ങനെയാണ് LDFന്റെ വിജയത്തെ സ്വാധീനിക്കുക? BJP എത്രത്തോളം മുന്നേറ്റം കോഴിക്കോട് ഉണ്ടാക്കും? ഇതിങ്ങനെ ആകാംക്ഷകൾ കോർപ്പറേഷനിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മുനിസിപ്പാലിറ്റികളും വളരെ പ്രധാനപ്പെട്ടതാണ്. പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്നു, പന്തളം നഗരസഭ BJP ഭരിക്കുന്നു. ആ നഗരസഭകൾ തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് LDFും UDFും പറയുന്നത്. BJPയുടെ അക്കൗണ്ടുകൾ മുനിസിപ്പാലിറ്റികളിൽ പൂട്ടിക്കുമെന്ന് പറയുന്നു. എന്നാൽ BJP പറയുന്നത് 75 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്, നിലവിൽ 10-14 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് BJP ഉള്ളത്, അതൊരു 75 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അവർ വികസിപ്പിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വികസിപ്പിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വളർച്ച LDFും UDFും എങ്ങനെ മറികടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ ഒട്ടനവധി രാഷ്ട്രീയ ചോദ്യങ്ങളും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടോടുകൂടി മുന്നോട്ട് വെക്കപ്പെടും എന്നുള്ളതാണ്. ഓക്കെ,
വി എസ് രഞ്ജിത്തും ടി വി പ്രസാദുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.